ചോറിന് എന്താ കൂട്ടാൻ ഉണ്ടാക്കുകയെന്ന് കരുതിയിട്ടേ ഇനി ആരും ടെൻഷൻ ആവേണ്ട. ഒരു കുഞ്ഞി തക്കാളിയും വലിയുള്ളിയും പച്ചമുളകും ഒരു ഉരുളൻകിഴങ്ങൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി റൈസ് നമുക്ക് വെറും 5 മിനിറ്റിൻ്റെ ഉള്ളിൽ റെഡിയാക്കാം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. കണ്ടല്ലോ, കാണാൻ നല്ല മൊഞ്ചുണ്ടല്ലേ. അതുപോലെ തന്നെ ഇത് കഴിക്കാനും നല്ല രുചിയാണ്. നമ്മൾ ഉമ്മമാരൊക്കെ പരാതിയാണ് മക്കൾക്കൊക്കെ സ്കൂളിലേക്ക് ഫുഡ് കൊടുത്തയച്ചാൽ തിരികെ കൊണ്ടുവരാമെന്ന്. എന്നും ഒരുപോലെ കൊടുക്കാതെ ഇതുപോലെയൊക്കെ ഒന്ന് റെഡിയാക്കുക. രാവിലെ വളരെ എളുപ്പത്തിൽ കുക്കറിൽ നമുക്ക് റെഡിയാക്കുകയും ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ 2 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. ഏത് റൈസും നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കാണാനൊക്കെ ഒരു ചുറുക്കിന് വേണ്ടിയിട്ട് ബസുമതി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ജയ, പൊന്നി, സിൽക്കി റേഷൻ കടയിൽ അരി വെച്ചിട്ടും നമുക്ക് ഈ ഒരു ചോറ് റെഡിയാക്കാം. ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ, നല്ല രുചിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചോറിങ്ങനെ വീഡിയോയിൽ കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ബസുമതി റൈസ് എടുത്തത് കേട്ടോ. അപ്പോൾ ബസുമതി റൈസ് ആയതുകൊണ്ട് തന്നെ ഒരു ഇത്തിരി സമയം വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ ഏതാണോ പച്ചക്കറി ഉള്ളത് അതെടുക്കാം കേട്ടോ. ഞാനിതവിടെ തക്കാളി എടുത്തിട്ടുണ്ട്, ക്യാരറ്റ്, ഉരുളൻകിഴങ്ങ്, പച്ചമുളക്, ഒരു വലിയുള്ളി. ഇത് വെച്ചിട്ടാട്ടോ ഈ ഒരു സൂപ്പർ ചോറ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുറമേയുള്ള തൊലിയൊക്കെ പീലറൊക്കെ ഉപയോഗിച്ചിട്ട് കളഞ്ഞിട്ടുണ്ട്. തക്കാളി ഞാനിതവിടെ 2 എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളി, ഒരു വലിയുള്ളി, ഒരു ക്യാരറ്റ് കണ്ടല്ലോ ചെറുത് തന്നെയാണ് കേട്ടോ. ക്യാരറ്റ് എൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് ഞാൻ ചേർത്തത്. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സോയാബീൻ നമുക്കെടുക്കാം, ഗ്രീൻ പീസ് എടുക്കാം, കോളിഫ്ലവർ എടുക്കുക. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറികൾ ബീൻസൊക്കെ എടുത്തിട്ട് അടിപൊളിയാക്കി എടുക്കുക. ഈ ഒരു ചോറ് പച്ചക്കറി തിന്നണില്ല എന്ന് ഇനി ഒരിക്കലും നിങ്ങൾ പറയില്ല. നമ്മളെ മക്കളൊക്കെ വളരെ ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ വയറ് നിറച്ച് കഴിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊന്ന് തരും കേട്ടോ. പച്ചക്കറികളൊക്കെ നമ്മളിത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് നീളത്തിലാണ് അരിഞ്ഞെടുത്തത്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ ചോറ്. പിന്നെ ഞാൻ നല്ല പഴുത്ത 2 തക്കാളി എടുത്തിട്ട് ഇതാ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കണ്ട കേട്ടോ. തക്കാളിയിൽ തന്നെ ഉണ്ടാവും അത്യാവശ്യത്തിന് വെള്ളം. ഇതാ ഇതുപോലെ സ്മൂത്തായിട്ട് അടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ റൈസൊക്കെ ഇതാ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നമ്മൾ പൊന്നി, പച്ചരി അല്ലെങ്കിൽ സിലിക്കൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ആ ഒരു സമയം കഴുകിയിട്ട് സ്റ്റെയിനറിലോട്ട് മാറ്റി കൊടുത്താൽ മതി. അപ്പം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് കുക്കറിലാണ് കേട്ടോ. കുക്കറിലാകുമ്പോൾ പരിപാടി പെട്ടെന്ന് കഴിയും മക്കളെ. രാവിലെയൊക്കെ അടുപ്പിലെ ദോശയും കറിയും ചോറൊക്കെ ആയിട്ട് ഇങ്ങനെ ടെൻഷൻ ഓട്ടപ്പാച്ചിലായിരിക്കും. ആ ഒരു സമയത്തൊക്കെ ഇതുപോലെയൊക്കെ ഒരു ചോറ് റെഡിയാക്കുകയാണെങ്കിൽ മക്കളൊക്കെ ഇഷ്ടത്തോടു കൂടി വയറ് നിറച്ച് കഴിക്കും. നമുക്കും ആശ്വാസമാണ് കേട്ടോ. ഒരുപാട് പച്ചക്കറിയൊക്കെ അവർ കഴിക്കല്ലേ, ആരോഗ്യ ഗുണവും കൂടും. അപ്പോൾ നമ്മളിതിലോട്ട് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു 2 or 3 ഏലക്ക, 2 കഷ്ണം പട്ട, ഒരു 3 or 4 ഗ്രാമ്പു, ഒരു തക്കോലം, പിന്നെ ബേ ലീഫ് കയ്യിലുണ്ടെങ്കിൽ അത് ചേർക്കാം. ഒപ്പം തന്നെ ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം കേട്ടോ. 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. ഒരുപാട് വേണ്ട, കുറച്ച് മതി. പിന്നെ നമ്മളതൊക്കെ നന്നായിട്ട് പൊട്ടി മുരിഞ്ഞ് വരുന്ന സമയത്ത് ഇതിലോട്ട് ഒരു മീഡിയം സൈസ് വലിപ്പമുള്ളൊരു വലിയുള്ളി നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിവിടെ സൺഫ്ലവർ ഓയിലാണ് ചെയ്യുന്നത്. 1 ടീസ്പൂൺ നെയ്യ് ചെയ്താലും സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അത്യാവശ്യം 1 ടീസ്പൂൺ നെയ്യൊന്നും ചെന്നെന്ന് കരുതിയിട്ട് ഒരിക്കലും ആരോഗ്യത്തിനൊരു പ്രശ്നം ഉണ്ടാവില്ല. നെയ്യൊക്കെ കുറേശ്ശെ ഡെയിലി കൂട്ടുന്നത് വളരെ നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നെയ്യ് ചേർക്കാം. പിന്നെ നമ്മളിതിലോട്ട് ഗ്രീൻ പീസാണ് ചേർക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളതുകൊണ്ടും പിന്നെ നമുക്കിങ്ങനെ ചോറ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ഗ്രീൻ പീസിൻ്റെ ടേസ്റ്റ്. ചിലരൊന്നും ഗ്രീൻ പീസൊന്നും കഴിക്കാൻ മടിയുള്ള മക്കളാണെങ്കിൽ ഇതുപോലെ തീർച്ചയായിട്ടും ചെയ്യാം. എല്ലാ പച്ചക്കറിയുടെയും ആരോഗ്യഗുണങ്ങൾ ഒറ്റയടിക്ക് നമ്മുടെ മക്കൾക്ക് കിട്ടുകയല്ലേ. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കട്ടോ. ഇന്ന് പറ്റുന്നുള്ളവർ ഇന്ന് തന്നെ ചെയ്യുക. ബസുമതി റൈസ് തന്നെ വേണമെന്നില്ല, നമ്മൾ ചോറ് വെക്കുന്ന സാധാ അരി മതി. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റും അതുപോലെ തന്നെ നമ്മുടെ ഉരുളൻകിഴങ്ങ്, ആ 2 പച്ചമുളക് കേട്ടോ. പച്ചമുളക് ഞാൻ നെടുകെ കട്ട് ചെയ്തിട്ടൊന്നുമില്ല, കട്ട് ചെയ്യാതെ അതുപോലെ ഇട്ട് കൊടുത്തേക്കാണ്. ഈ ഒരു റൈസ് പറഞ്ഞാൽ ഒത്തിരി എരിവ് മസാല അങ്ങനെയല്ല കേട്ടോ. എല്ലാം ഒരു നോർമൽ കുറഞ്ഞ രീതിയിലാണ്. അപ്പോഴേ നമുക്ക് ആ ഒരു ടേസ്റ്റോട് കൂടിയിട്ട് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലൊക്കെ കഴിക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം ഞാനിവിടെ അവിടെ 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ കേട്ടോ. ആ ഒരു ഇതിൻ്റെ പച്ച സ്മെല്ലൊക്കെ അങ്ങനെ മാറി വരുന്നുണ്ട്. ഒപ്പം ഒരു 2 കറിവേപ്പിൻ്റെ ഇല കൂടെ ചേർക്കാം. ഇങ്ങനെ നമ്മൾ കിഴങ്ങൊക്കെ വാട്ടിയെടുക്കുമ്പോൾ 2 വിസിലടിച്ചാലും ഇത് ഉടഞ്ഞു പോയി അങ്ങനെയൊന്നുമില്ല കേട്ടോ. നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ ആ നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ഷേപ്പോട് കൂടിയിട്ട് തന്നെ
കിഴങ്ങും ക്യാരറ്റൊക്കെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എണ്ണയിലിട്ടിട്ട് ആദ്യം നമ്മൾ നന്നായിട്ടൊന്ന് ചൂടാക്കി അല്ലെങ്കിൽ ഒരു വാട്ടിയെടുക്കുന്നത്. ഇനി നമ്മൾ തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു തക്കാളിയുടെ പച്ച സ്മെല്ലൊക്കെ മാറി ജസ്റ്റ് അതുപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ട് 2 ടീസ്പൂൺ തൈരാണ് ചേർക്കുന്നത്. പുളിയില്ലാത്ത തൈരാണെങ്കിൽ നമുക്ക് ഇത് പുളിയില്ലാത്ത തൈരായതിൻ്റെ പേരിലാണ് ഞാനിത് അവിടെ 2 ടീസ്പൂണൊക്കെ ചേർത്തത്. പുളിയുള്ള തൈരാണെങ്കിൽ 1 ടീസ്പൂൺ തന്നെ മതിയാകും. ഇനി നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ചേർക്കാം. ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി മസാലപ്പൊടികൾ ഇട്ടിട്ടുള്ള ഒരു ചോറല്ല ഇത്. കുട്ടികൾക്ക് എന്നാലോ വളരെ ഇഷ്ടമാവും കേട്ടോ. മുതിർന്നവർക്കായാലും കുട്ടികൾക്കൊക്കെ ആയാലും ചെറിയ എരിവോട് കൂടി നല്ല സൂപ്പർ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ചോറാണ്. ഇതിലോട്ട് നമ്മൾ 1/2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല, ഒരു ഇച്ചിരി കുരുമുളകിൻ്റെ പൊടി കേട്ടോ. ഒരിക്കലും കുരുമുളകിൻ്റെ പൊടിയൊന്നും ഏറരുത്. നമ്മൾ ചോറിലോട്ടുകൂടിയുള്ള മസാലയാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരുപാട് എരിവുണ്ടായാൽ മക്കൾക്കൊന്നും ഇത് കഴിക്കാനായിട്ട് പറ്റില്ല. നന്നായിട്ടൊന്ന് സ്പൈസസൊക്കെ ഒന്ന് ചൂടായി വരട്ടെ. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ. ഇനി നമുക്കിതിലോട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ആ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് ഡ്രൈ ആയിട്ട് നല്ലൊരു സ്മെല്ല് വരുന്ന ടൈമിൽ നമുക്ക് ചോറിട്ട് കൊടുക്കട്ടെ. ചോറല്ല, നമ്മുടെ റൈസ് കഴുകി സ്റ്റെയിനറിലോട്ട് മാറ്റിയതായിരുന്നു. ഇട്ട് കൊടുത്തപ്പോൾ കുറച്ച് ചാടിയും ചെയ്തു കേട്ടോ പുറത്തേക്ക്. ഏതായാലും അരി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒരു മിനിറ്റോളം ഈ ഒരു മസാലയിലൊന്ന് ഇളക്കി കൊടുക്കുക. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമെന്ന് പറയുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ഈ ഒരു ഐറ്റം ഒന്ന് ചെയ്ത് നോക്കട്ടോ. ചിക്കനൊക്കെ 2-3 പീസ് ഉണ്ടെങ്കിൽ അതൊന്ന് ഫ്രൈ ചെയ്ത് കൂടി വെച്ചാൽ സൂപ്പർ ഡിഷാവും മക്കളെ. എപ്പോഴൊന്നും നമ്മുടെ വീട്ടിൽ എല്ലാം വിചാരിച്ച പോലെയൊന്നും ഉണ്ടാവില്ല. ചില സമയത്തൊരു മുട്ട പോലും ഉണ്ടാവില്ല അല്ലേ. എന്നാലും നമ്മൾ മക്കൾക്ക് സ്കൂളിൽ വരികയാണെങ്കിലും ചോറൊക്കെ വിളമ്പുന്ന സമയത്ത് എന്താ കൊടുക്കുക എന്ന് കരുതിയിട്ട് ഒരു ടെൻഷനും ബേജാറൊക്കെ ഉണ്ടാവും. നമുക്കില്ലെങ്കിലും നമ്മളെ മക്കൾ കഴിക്കണം എന്നുള്ള ആഗ്രഹമായിരിക്കും. അപ്പോൾ നിങ്ങളൊന്നും ടെൻഷൻ ആവേണ്ട കേട്ടോ. ഒരു കൂട്ടാനും കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ കിഴങ്ങും തക്കാളിയൊക്കെ വെച്ചിട്ട് ഒന്ന് റെഡിയാക്കുക. നമ്മൾ സാധാരണ അരി വെച്ചിട്ട് തന്നെ നിങ്ങൾ ചെയ്തോളൂ, സൂപ്പറായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് 1 മിനിറ്റോളം ഞാൻ ഈ ഒരു മസാലയിൽ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഗ്രീൻ പീസൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കയ്യിൽ ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ കുതിർത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാനിതവിടെ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രൂപത്തിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. കുക്കറിലാവുമ്പോൾ അത് കറക്റ്റ് അളവാണ്. നമുക്ക് കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏത് കപ്പിലാണോ നമ്മൾ അരി ഇളക്കുന്നത് അതേ കപ്പിൽ തന്നെ വെള്ളം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരേക്കും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇത് കളറില്ലല്ലോ എന്ന് കരുതിയിട്ട് ഒരുപാട് മഞ്ഞപ്പൊടി മുളക് പൊടി മസാലപ്പൊടികളൊന്നും വാരി വിതറല്ല കേട്ടോ. നമുക്കിത് കഴിക്കാനായിട്ട് പറ്റില്ല. ഈ ഒരു കുറഞ്ഞ രൂപത്തിലായിരിക്കണം നമ്മളിത് കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ മക്കളെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഒരു തക്കാളിയും കിഴങ്ങും ഒരു വലിയുള്ളിയും മാത്രം മതി. ഇനി ഇഷ്ടപ്പെട്ട പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ അതും നമുക്ക് ചേർക്കാം. അങ്ങനെ ആകുമ്പോൾ പച്ചക്കറികൾ തീരെ കഴിക്കാത്ത മക്കളുണ്ടെങ്കിൽ മക്കളൊക്കെ ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ ഈ ഒരു ചോറ് കഴിക്കും കേട്ടോ. അപ്പോൾ ഡെയിലി ഒരുപോലെയുള്ള ഫുഡ് ഉണ്ടാക്കാതെ നമുക്ക് ഒരുപാട് ചേഞ്ചൊക്കെ മാറ്റിയിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് റെഡിയാക്കി ടിഫിൻ ബോക്സിലൊക്കെ ഒന്ന് കൊടുത്ത് വിടാം. നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും മക്കളെ വീണ്ടും വീണ്ടും ഇതെന്നെ മതി എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇതിനൊരു സൈഡ് ഡിഷായിട്ട് നമുക്ക് ചമ്മന്തി എടുക്കാം, അച്ചാറുണ്ടെങ്കിൽ അച്ചാറെടുക്കാം, പപ്പടം എടുക്കാം. ഞാനൊരു ഇത്തിരി തൈരിലോട്ട് വലിയുള്ളി, പച്ചമുളക്, തക്കാളി, കുറച്ച് മല്ലിച്ചപ്പ് കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ. പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാവും. പപ്പടമൊന്നും എൻ്റെ അടുത്ത് ഇല്ല കേട്ടോ. അപ്പോൾ ഉള്ളത് തൈര് മാത്രമാണ്. അപ്പോൾ തൈര് വെച്ചിട്ടാണ് ഞാനത് കഴിക്കാനായിട്ട് പോകുന്നത്. പക്ഷേ ഈ തൈരും ഈ ചോറും ഈ ഒരു നമ്മളെ പച്ചക്കറികളൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല രുചിയുണ്ടായിരുന്നു. പിന്നെ ഇറച്ചി, മീൻ, മുട്ട ഒന്നും കിട്ടിയില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ ആരും ടെൻഷൻ ആവേണ്ട, ഒരു ബേജാറും ആവേണ്ട. ഇതുപോലൊരു ചോറൊക്കെ ഉണ്ടാക്കി കൊടുക്കുക മക്കൾക്ക്. മക്കളൊക്കെ വളരെ ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ കഴിക്കും. ഞാനും മക്കൾ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ വീട്ടിലുള്ള ഉമ്മമാർ ആകെയുള്ള ചിന്ത എന്ന് പറയുന്നത് കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ നമ്മൾ എന്താ അവർക്ക് കൊടുക്കുക, ഈവനിങ്ങിൽ എന്താ കൊടുക്കുക. ഇപ്പോൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആകുമ്പോഴേക്കും നമ്മളെ സോല എന്താണ് മക്കൾ വരുമ്പോൾ അവർക്ക് എന്താ കൊടുക്കുന്നല്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് നമ്മൾ റെഡിയാക്കി വരികയാണെങ്കിൽ ഈവനിങ്ങിൽ ചോറ് കഴിക്കണ മക്കളുണ്ടാവും കേട്ടോ. അവരൊക്കെ വയറ് നിറച്ച് തന്നെ കഴിക്കും. ആ ഒരു ചോറ് തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ അവർ ഉറങ്ങും. പിന്നെ ഒന്നും കഴിക്കാത്ത മക്കളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഐറ്റങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. തക്കാളി 2 എണ്ണം തന്നെ ചേർത്ത് കൊടുക്കണം.
അപ്പോൾ നമ്മൾ ഈ ഒരു റൈസിലോട്ട് ഈ ഒരു തക്കാളി ഇതിലോട്ട് ഇറങ്ങുമ്പോൾ ഈ തക്കാളീൻ്റെ ആ ഒരു ടേസ്റ്റും സ്മെല്ലൊക്കെ ഈ റൈസിനുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ട്. കണ്ടല്ലോ, ഒട്ടിപ്പിടിക്കേ കരിഞ്ഞു പോവേ വേവാതിരിക്കേ അങ്ങനെയൊന്നും വന്നിട്ടില്ല എന്ന് കരുതിയിട്ട് പച്ചക്കറികളൊന്നും ഉടഞ്ഞും പോയിട്ടില്ല കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, കിഴങ്ങായാലും ക്യാരറ്റായാലും ഒക്കെ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ചോറൊക്കെ നല്ല പാകത്തിന് തന്നെ വെന്തും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 വിസിലാണ് കേട്ടോ അടുപ്പിച്ചിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 2 വിസിലാണ് നമ്മൾ അടുപ്പിച്ചത്. അപ്പോഴേക്കും തന്നെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ഫ്ലെയിം എന്നിട്ട് ഓഫാക്കുക. അതിന് ശേഷം എയറൊക്കെ പോയതിന് ശേഷം മാത്രം തുറന്നാൽ മതി. അപ്പോഴേക്കും തന്നെ വെള്ളമൊക്കെ വലിഞ്ഞ് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടാവും. 2 വിസിലടുപ്പിച്ചോളൂ കേട്ടോ. അപ്പോഴേക്കും നല്ല കറക്റ്റായിട്ട് തന്നെ വെന്ത് വരും. കണ്ടല്ലോ, ഒരുപാട് മസാലകളൊന്നുമില്ല, നല്ല രുചിയാണ് ഈ ഒരു ചോറ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക്, ഇനി മക്കൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുത്തേക്കുകയാണെങ്കിൽ കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നെയ്യ് ആരോഗ്യത്തിന് ഒത്തിരി നല്ലതാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലൊക്കെ ബുദ്ധി വളർച്ചയ്ക്കും അതുപോലെ തന്നെ സ്കിന്നിനും നിറം വെക്കാനും ഒക്കെ ബെറ്റർ തന്നെയാണ്. പഠിക്കുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഇത്തിരി നെയ്യൊക്കെ ഡെയിലി ഫുഡിലൊക്കെ കൊടുക്കുന്നതും വളരെ നല്ലത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ തൈരച്ചാറും ഈ ഒരു ചോറും നല്ല കോംബോ ആയിരുന്നു കേട്ടോ. കിഴങ്ങൊക്കെ കണ്ടല്ലോ, ഉടഞ്ഞു പോവേ പൊട്ടിപ്പോവേ ഒന്നും ചെയ്തിട്ടില്ല. ക്യാരറ്റ് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യുമ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയാണ്. പിന്നെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ഒരു വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്ക് ഒന്ന് തരിക. ഒപ്പം തന്നെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിൽ എല്ലാവർക്കും വാട്സപ്പിലൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. നമുക്ക് എത്രത്തോളം ഗ്രൂപ്പ് ഉണ്ടല്ലേ, എല്ലാവരിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടോ, എന്നാൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ നെക്കി കൊടുക്കുക. സാധാരണക്കാർക്കും എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു ചോറ് എല്ലായിടത്തും എത്തട്ടെ, എല്ലാവരും ഉണ്ടാക്കട്ടെ. പിന്നെ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പോണതിൻ്റെ മുന്നേ എല്ലാവരും നമ്മളെ വീഡിയോക്ക് ലൈക്ക് തരണേ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.